ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കില്ലല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. നമ്മൾ ഏകദേശം ഒരു ലാസ്റ്റ് വീഡിയോ നോക്കുകയാണെങ്കിൽ 1 month ago ആണ് കിടക്കുന്നത്. 1 മാസം മുമ്പാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ്, സമയമൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നതൊരു വീഡിയോ. നമ്മളെല്ലാവരും ഫോൺസ് ഉപയോഗിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺസ്. അപ്പോൾ കുറേ പേർക്ക് വരുന്നൊരു പ്രശ്നമാണ് ഫോണിൽ ടച്ച് കംപ്ലൈൻ്റ് ആകുക. അതുപോലെ തന്നെ ഫോണിൽ ഒരിടത്ത് തൊട്ടാലും ടച്ചിൻ്റെ ഒരു എന്താ പറയുക, ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല ടച്ച് കാരണം. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിൽ ഒന്നുകിൽ നമ്മൾ കടയിൽ കൊണ്ടുപോയി അത് റിപ്പയർ ചെയ്യിക്കും, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ഫോൺ മേടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഒരു ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കൊരു ഒരു OTG കേബിൾ ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ OTG കേബിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ tecQ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ട്രിക്ക് ചെയ്യാനായിട്ട് വേണ്ടത് ഒരു OTG കേബിൾ നമുക്ക് വേണം. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഫോണാണ്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള OTG കേബിൾ. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് വേണ്ട ഒരു കാര്യം കൂടെ വേണം, ഒരു മൗസ്. ഇപ്പോൾ തന്നെ ചില ആളുകൾക്കൊക്കെ പിടികിട്ടി കാണുമെങ്കിലും പ്ലീസ് ഡിസ്ലൈക്ക് അടിച്ച് പോകരുത്. ഇതറിയാത്ത കുറെ ആളുകൾ ഇനിയുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലീസ് ഡിസ്ലൈക്ക് അടിക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മളൊരു ഫോൺ എടുക്കുക. നമുക്ക് ടച്ച് വർക്ക് ചെയ്യാത്ത ഫോൺ എടുക്കുക. നിങ്ങളുടെ ഏതാണോ ടച്ച് വർക്ക് ചെയ്തത് ആ ഫോൺ എടുക്കുക. ഞാനിവിടെ നോക്കിയയുടെ ഒരു ഫോൺ എടുത്തിരിക്കുകയാണ്. ഇതിന്റെ ടച്ച് വർക്ക് ചെയ്യില്ല, ഫുള്ളായിട്ട് ടച്ച്. സോറി, എനിക്ക് ടച്ച് വർക്ക് ചെയ്യാത്ത ഫോൺ കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങളുടെ ടച്ച് വർക്ക് ചെയ്യാത്ത ഫോൺ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ OTG എടുക്കുക. ഈ OTG കേബിളും പിന്നെ നമുക്കൊരു മൗസും കൂടെ വേണം. നമ്മൾ PC യിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മൗസാണ്. ഞാനിവിടെ ലെനോവയുടെ ഒരു മൗസ് എടുത്തിരിക്കുകയാണ്. അതൊന്നും വിഷയമില്ല, ഏത് കമ്പനിയുടെ ആയാലും വിഷയമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഫോണിലെ മൈക്രോ USB പോർട്ടിലേക്ക് നമ്മുടെ ഈ കേബിൾ കണക്ട് ചെയ്യുക. ഈ OTG കേബിൾ കണക്ട് ചെയ്യുക, ഇതുപോലെ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പോർട്ടിലേക്ക് നമ്മുടെ മൗസും കൂടെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതുകൂടെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം തീർന്നു കഴിഞ്ഞു. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഓൺ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രത്യേകത കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിൽ പുതിയതായിട്ടൊരു കർസറും കൂടെ വന്നിരിക്കുകയാണ്. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഇതുപോലൊരു കർസർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിൽ നമ്മൾ ടച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിനകത്തെ നോക്കുക, നമ്മുടെ ഫോണിൽ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ഫോൺ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു സവിശേഷത എന്താന്ന് വെച്ചാൽ, നമുക്ക് ടച്ച് വർക്ക് ചെയ്യുന്ന ഫോണിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ചില മൈന്യൂട്ടായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കഴ്സർ വെച്ച് നമുക്ക് ഫോൺ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, ഇത് ആൻഡ്രോയിഡിൽ മാത്രം നമുക്ക് മൗസ് കണക്ട് ചെയ്യാൻ പറ്റൂ. നമ്മുടെ ആപ്പിളിലും iOS സിസ്റ്റത്തിലൊന്നും ഇത് വർക്ക് ചെയ്യില്ല. അത് എന്താണെന്ന് എന്നോട് ചോദിക്കരുത്, അതെനിക്കറിയില്ല. പിന്നെ നിങ്ങൾ നോക്കുക, നിങ്ങൾ താഴോട്ട് ഇതുപോലെ നമുക്ക് സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ കുറേ സവിശേഷതകൾ നമുക്ക് ഈ മൗസ് ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്ത ഈ ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ ടെക്നിക്കൽ പരമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെ കാണിക്കുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഭാവിയിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.